ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നിങ്ങൾ USS എക്സാമിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം. അപ്പൊ എന്തായാലും നമ്മൾ USS എക്സാമിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ച ഒരു മോഡൽ ചോദ്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ബോർഡിലേക്ക് നല്ലോണം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ വേഗം കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ബോർഡിലേക്ക് ശ്രദ്ധിച്ചോളാം. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എക്സ് അലർജിയുള്ള ആൾക്കാരൊക്കെ ഓടിപ്പോയിട്ടുണ്ടാവും അല്ലെ. പക്ഷെ ഇവിടെ ശരിക്കും പറയുവാണെങ്കിൽ ഇത് a⁻m/a⁻n എന്നുള്ള ഇക്വേഷൻ ഫോമിലാണ് വരുന്നത്. സോ ഇത് നമുക്കറിയാം, a⁻m-n ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാം അല്ലെ. അപ്പോ ശരിക്കും പറയുവാണെങ്കിൽ ഇതിൽ a⁻m×a⁻n വരുന്നുണ്ട്. സോ ഈ ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം അല്ലെ. x⁻⁴ x all divided by x⁻x⁻0 അപ്പൊ അതില് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, കുറച്ച് ആളുകൾക്ക് അറിയില്ല എന്താണ് x⁻0. x⁻0 എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ 1 ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, ഇത് ടോട്ടലി 1 ആയിട്ട് മാറി. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും. സോ അവിടെ നമുക്ക് ആൻസറിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, x⁻0 എന്ന് പറയുന്ന ആള് 1 ആണ്. ഓക്കെ, ഞാൻ ഈ ചോദ്യം ഒന്നുകൂടെ താഴോട്ടെടുത്ത് എഴുതുന്നുണ്ട്. x⁻⁴x all divided by x⁻x⁻0 അല്ലെ. ഈ x⁻0 എന്ന് പറയുന്ന ഇയാൾ ആരായിട്ട് മാറി? 1 ആയിട്ട് മാറി. സോ ഞാൻ ഇതിൽ മാറ്റിയിട്ട് 1 എന്നുള്ളത് കൊടുക്കുന്നുണ്ടേ. സോ നമുക്കറിയാം ഈ 1 അവിടെ കൊടുക്കണം എന്ന് ഒരു കാര്യമില്ല. കാര്യം എന്താ, ഈ 1നെ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താലും അതേ നമ്പർ തന്നെയാ കിട്ടുക. സോ ആ 1 അവിടെ കൊടുക്കണം എന്നെനിക്കില്ല. ഓക്കെ, ഞാൻ അതവിടെ കൊടുക്കണം എന്നെനിക്ക് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ഇയാൾ മാത്രമായിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, മുകളിലും താഴെയും ഒരുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇവിടെ മുകളിലും താഴെയും ഒരുപോലെയുള്ള ആരെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എക്സ് ആൻഡ് എക്സ് ഒരുപോലെയാണ്, x⁻1 ആൻഡ് x⁻1. വെറുതെ നിങ്ങൾ എക്സിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ തലയുടെ മുകളിൽ അല്ലെ, വെറുതെ ഏതൊരു നമ്പർ കണ്ടു കഴിഞ്ഞാലും അതിൽ പവർ ആയിട്ട് ആര് വരും? 1 വരും എന്നുള്ളത് മനസ്സിലാക്കിക്കോളാം. ഇത് എക്സ് ആണെങ്കിൽ ഇതിന്റെ മീനിങ് x⁻1 എന്നാണ്. ഇതും x⁻, എന്തായിരിക്കും ഇവിടെ? 1 ആയിരിക്കും. x⁻1 ആണ് ഇതിന്റെയും മീനിങ്. സോ മുകളിലും താഴെയും ഒരേ നമ്പർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്യാൻസൽ ചെയ്യാം, വെട്ടിക്കളയാം. ബാക്കി ആരൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം അല്ലെ. x⁻6×x⁻4 all divided by x⁻10. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ ആൾക്കാരെയും ക്യാൻസൽ ചെയ്തിട്ടാണ് അവസാനത്തെ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് എഴുതിയത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുകളിൽ എന്താണ്, a⁻m×a⁻n ഫോമിലാണ്. a⁻m×a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. തലയുടെ മുകളിലുള്ള ആൾക്കാരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സും എക്സും ഒരേ നമ്പർ ആയിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, എക്സിന്റെ തലയുടെ മുകളിലുള്ള ആൾക്കാർ 6ഉം 4ഉം ആണ് അല്ലെ. 6+4 ആഡ് ചെയ്താൽ നമുക്ക് 10 എന്ന് വരും. താഴത്തെ നമ്പറും x⁻10 തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരേ നമ്പർ ആണ് മുകളിലും താഴെയും വന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യെസ്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് 0 ആണോ വരിക? എല്ലാ ആൾക്കാരും പെട്ടെന്ന് 0യിലേക്കാ പോവാ, അല്ല അല്ലേ. നമ്മൾ മുകളിലും താഴെയും ഒരേ നമ്പർ ക്യാൻസൽ ചെയ്താല് 1 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഇവിടെ ഓപ്ഷനിൽ 0 ഇല്ല. സോ ഇതിന് ആൻസർ എന്താണ്? 1 ആണ്. സോ 1 C ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. സോ അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ എക്സ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പകരം ആരാണുള്ളത്? യെസ്, 10 സംതിങ് വരുന്ന വാല്യൂസിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് a⁻m/a⁻n ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം, മറക്കാതെ നല്ല രീതിയിൽ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. സോ എന്തായാലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് USS എക്സാമിന് ചോദിക്കുന്നതായിരിക്കും, പഠിക്കാതെ പോരുത്. സോ എന്റെ മക്കൾ ആരെങ്കിലും നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളൊക്കെ ഒരുപാട് അവഞ്ചേഴ്സ് ബാച്ചിലുള്ള മക്കൾ ചിലപ്പോൾ നമ്മളെ ക്ലാസ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ കേട്ട കാര്യമാണ്, എന്നാലും പറയാണ്, നമ്മളെ USS എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ USS ക്ലാസ് നമ്മളെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, മറക്കാതെ തന്നെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് USS എക്സാം മാത്രമല്ല അല്ലെ, ഇനി വരാൻ പോകുന്ന നമ്മൾ ആനുവൽ എക്സാം ആണെങ്കിലും നമുക്ക് തകർത്ത് പഠിക്കണം. അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. സോ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഞാൻ ആ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, see you.